Okay, dear students, welcome all of you. Welcome to all of you. I would like to inform you that we have been conducting online grammar classes since May. It is you will get much benefit for listening these classes. We were dealing tenses. I think you have done past perfect. Next comes past perfect continuous. I think so. Next item is past perfect continuous. See, past perfect continuous. Write the heading, past perfect continuous. Formula is this: subject plus had been plus D1 plus ing. This is the formula of past perfect continuous. How it can be used? It is rare uses. We always use instead of past perfect continuous, we use past continuous. Now see, subject plus had been plus V1 plus ing. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടക്കുന്നതിന് മുൻപ് ഷോയിങ് എ ഡ്യൂറേഷൻ കണ്ടിന്യൂറ്റി ഈസ് ഷോർട്ട്. അപ്പോൾ ഭൂതകാലത്തിൽ ഒരു വർക്ക് ചെയ്തു, അതിനു മുൻപ് ഒരു വർക്ക് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ യു കം ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, അതിനു മുമ്പ് ആ വ്യക്തി വേറൊരു പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രവൃത്തിക്കാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ബട്ട് വി റെഫർ ടു യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ഇൻസ്റ്റെഡ് ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതിന് പകരം പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ബട്ട് വെൻ വി ഡീൽ വിത്ത് റിപ്പോർട്ടർ സ്പീച്ച് സച്ച് നോട്ട്സ്, then newspapers editors they will also use. When we come to report it, past perfect continuous to be used according to the circumstance. In normal case, instead of past perfect continuous we use past continuous. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇതൊക്കെ സച്ച് റെയർ കേസ് യൂസേജ് ആണ്. എങ്കിലും യു ഷുഡ് നോ വാട്ട് ഈസ് കോൾഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു, അതിനു മുൻപ് ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ്. ഐ വിൽ ടെൽ യു. See,
ഫോർമുല ഹാസ് ബീൻ റിട്ടൺ എഴുതിയിട്ടുണ്ട്. He joined, one example. He joined. Joined army. Before they had been walking in a school. But had been walking, that is past perfect continuous. He joined army. Army ചേർന്നിട്ട് കുറെ കാലമായി. അത് പാസ്റ്റാണ്. അതിനു മുൻപ് he had been working in a school. ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മീൻസ് പാസ്റ്റ് ആൻ ആക്ഷൻ ഈസ് ഡൺ ഇൻ ദി പാസ്റ്റ്. അതാണ് he joined army. Before, അതിനു മുൻപ് he had been working in a school. അപ്പോൾ had been working, that is past perfect continuous. അപ്പോൾ ഒരു പ്രവൃത്തി നടന്നു കഴിഞ്ഞു പാസ്റ്റ്. അതിനു മുൻപ് കുറേ കാലം ഒരു കണ്ടിന്യൂറ്റി ഷോ ചെയ്യുന്നു. എന്താണ്? ബിഫോർ he had been working in a school. ആർമി ചേർത്തിട്ട് കുറേ വർഷമായി. അതിനു മുൻപ് അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? he had been working in a school. അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇറ്റ് ഈസ് റെയർലി യൂസ്ഡ്. നമ്മൾ ജനറലി വി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ഈസ് അല്ലെ ക്യാൻ ബി യൂസ്ഡ്. അത് ഉപയോഗിക്കാം. ഇതൊക്കെ റെയർ കേസാണ്. ഈവൻ ദെൻ യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദി ഫോം ഓഫ് ടെൻസസ്. Past perfect continuous. See, one more example I will give you. One more example I give you. See, father came. Father came home. Before the children say no. It is not wrong. But write it. See, the children had been watching television. Before, see, the children had been watching television. It is simple. Had been watching. It is simple. See, next. They had been playing
This is a simple sentence. No connecting. They had been playing cricket. അവരെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ സമയം. But had been playing, that is a past perfect continuous. See one more example. You can write. See. See, I had been. I had been living in New Delhi. New Delhi before I came to Saradi College. I had been living in New Delhi. സാരഥിയിൽ വരുന്നതിന് മുമ്പ് I had been living in New Delhi. New Delhiയിൽ വർക്ക് ചെയ്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ ജീവിക്കുകയായിരുന്നു. Before I came to സാരഥി വരുന്നതിന് മുമ്പ് ഞാൻ ന്യൂഡൽഹിയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് കുറേ കാലമൊന്നുമല്ല. അപ്പോൾ രണ്ട് പ്രവൃത്തികൾ ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നു. അതിനു മുൻപ് an action shows a continuity, ഒരു തുടർച്ചയെ കുറിക്കുന്നതിനാണ് past perfect continuous ഉപയോഗിക്കുന്നത്. I had been living in New Delhi. ഞാൻ ന്യൂഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരുന്നു. എവിടെ വരുന്നതിന് മുമ്പ് സാരഥിയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ന്യൂഡൽഹിയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ I was working in a private home എന്നൊക്കെ എഴുതാം. അത് മനസ്സിലാക്കണം. അപ്പോൾ it is rarely used. That is enough. Next comes a feature. Next comes a feature. Feature tense. Feature symbol. Feature tense-ലെ feature symbol ആണ് we are going to learn. Feature symbol, feature continuous, feature perfect, feature perfect continuous. Out of four, now we are dealing with the feature symbol. Our heading is a feature symbol. അല്ലെങ്കിൽ symbol feature. Feature symbol heading. Feature symbol. What is called a feature symbol? An action is going to take place. An action will take place. ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നടക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഫീച്ചർ സിമ്പിൾ ഉപയോഗിക്കുന്നത്. An action is going to take place. ഒരു പ്രവൃത്തി ഭാവിയിൽ നടക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫീച്ചർ സിമ്പിൾ. An action will take place. An action is going to take place.
An action is going to take place. An action is going to take place. It's called a future symbol. Future symbol. An action is going to take place is called a future symbol. ഭാവിയിൽ ഒരു പ്രവൃത്തി നടക്കും എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് കുറിക്കുന്നതിനാണ് ഫ്യൂച്ചർ സിമ്പിൾ എന്ന് പറയുന്നത്. സി ഫോർമുല. Formula is a subject plus will illusion plus V1 the formula is subject plus will or shall plus V1. Here subject is divided into person. Subject is divided into person. Let me note down. Subject is divided or classified. Divided into persons. Subject here means person ആണ്. സബ്ജക്റ്റിനെ എന്തായിട്ട് തിരിക്കും? പേഴ്സൺ ആയിട്ട് തിരിക്കും. ഫസ്റ്റ് പേഴ്സൺ ഐ ആൻഡ് വി. ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ first person. I and we are the first person. I യും we യും first person ആണ്. അതിന്റെ കൂടെ see shall plus V1. ഇനി second person see you is the second person. Second person അതിന്റെ കൂടെ will plus V1. ഇനി see he she Victor any other name Raju Ravi Jamal. ഇത് തേർഡ് പേഴ്സൺ ആണ്. See third person ഇതിന്റെ കൂടെ will plus V1. Take down this all this. Our subjects are divided into person. I and V is the first person. അതിന്റെ കൂടെ shall plus V1 ആണ്. എങ്ങനെ will or shall ഉപയോഗിക്കുന്ന രീതിയാണ്. How you can use will or shall, that is what here it is being explained. Subject is divided into subject ഇത് പേഴ്സണായി തരംതിരിക്കുന്നു. I and V ഫസ്റ്റ് പേഴ്സൺ ആണ്. അതിന്റെ കൂടെ shall plus V1 normally. You second person will plus V1.
he, she, it, Ravi, Raju, Remo, like that third person. First person means ഞാനിപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണ്, നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ ആണ്, ദൂരെ ഇരിക്കുന്നവർ തേർഡ് പേഴ്സൺ ആണ്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൻ്റെ കൂടെ അക്കോർഡിംഗ് ടു ദി റൂൾ, ഫസ്റ്റ് റൂൾ ഷാൾ പ്ലസ് ബി വൺ ഉപയോഗിക്കണം. ഷാൾ ഉപയോഗിച്ച് ഐ ബിയുടെ കൂടെ ഷാൾ ഉപയോഗിച്ച് ബി വൺ. സെക്കൻഡ് യു ഓൺലി, അതിൻ്റെ കൂടെയും വിൽ പ്ലസ് ബി വൺ. സി, ഹി, ഇറ്റ്, ദേ, ദേ കൂടെ എഴുതണേ. ദേ ഇതിൻ്റെ കൂടെ ഇത് തേർഡ് പേഴ്സൺ ആണ്. ഹി, ഷി, ഇറ്റ്, ദേ, രാജു, രവി, രമ, ഓൾ ദീസ് ആർ തേർഡ് പേഴ്സൺസ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന, ദൂരെ ഇരിക്കുന്ന, അമേരിക്കയിൽ ഇരിക്കുന്ന വ്യക്തിയും തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വിൽ പ്ലസ് വി വൺ. ദാറ്റ് ഈസ് ദി റൂൾ, വൺ ഓഫ് ദി റൂൾസ്. ടേക്ക് ഡൗൺ ദിസ്. സബ്ജക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു പേഴ്സൺ. സബ്ജക്റ്റിനെ എന്ത് ചെയ്യാം? പേഴ്സണായി തരംതിരിക്കാം. ക്ലാസിഫൈഡ് ഇൻടു പേഴ്സൺസ്. ഐ ആൻഡ് വി ഫസ്റ്റ് പേഴ്സൺ. ഷാൾ പ്ലസ് വി വൺ, അതിൻ്റെ കൂടെ ഷാൾ ഉപയോഗിച്ച് വി വൺ ഫസ്റ്റ് ഫോം ഉപയോഗിക്കണം. യു സെക്കൻഡ് പേഴ്സൺ ആണ്, അതിൻ്റെ കൂടെ വിൽ പ്ലസ് വി വൺ. ഹി, ഷി, ഇറ്റ്, ദേ, രാജു, രവി, രമ, ലൈക്ക് ദാറ്റ് തേർഡ് പേഴ്സൺ ആണ്, അതിൻ്റെ കൂടെ വിൽ പ്ലസ് വി വൺ. നെക്സ്റ്റ് it will be continued in the next class. But you will have a test paper. You have been informed, no doubt. Okay, we will meet in the next class.